നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയും അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാ ആളുകളും വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യമാണ് വാർഷിക മസ്റ്ററിങ്. മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഒരാൾക്കും പിന്നീട് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ സർക്കാരിന് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് റേഷൻ മസ്റ്ററിങ്. സബ്സിഡി ഇനത്തിൽ നമുക്ക് സർക്കാരിൽ എന്തെല്ലാം ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾ എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് മസ്റ്ററിങ്. 2025 പെൻഷൻ മസ്റ്ററിങ് ജൂൺ 25 തീയതി മുതൽ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് ലഭിക്കുക, എന്നാണ് ലഭിക്കുക? അതുപോലെ തന്നെ പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച് എന്താണ് സർക്കാർ പറയുന്നത്? നിലവിലിപ്പോൾ 1600 രൂപയാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുമോ ഇല്ലയോ, 1750 രൂപയാകുമോ എന്നതിനെല്ലാം കുറിച്ച് വളരെ വിശദമായി നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 2 മാസത്തെ കുടിശ്ശിക പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. കഴിഞ്ഞ വർഷം കുടിശ്ശിക 6-7 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായി ഓരോ പെൻഷന് കൂടെയും കൊടുത്ത് ഇപ്പോൾ ഇനി 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ മാസത്തിൽ പക്ഷേ കുടിശ്ശികയൊന്നും ലഭിക്കില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷനായി 1600 രൂപ മാത്രമാണ് അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മസ്റ്ററിങ്ങിന് ഒരുങ്ങുക. കഴിഞ്ഞ വർഷങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾ, പെൻഷൻ മുടങ്ങിയ ആളുകൾ, അതുപോലെ തന്നെ പെൻഷൻ എന്തെങ്കിലും മസ്റ്ററിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സപ്പെട്ട ആളുകൾ എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചില ക്ഷേമനിധി പെൻഷനുകൾ ഇപ്പോൾ ഒരു വർഷത്തിലധികമായി കുടിശ്ശികയായിട്ട്, അങ്ങനെയുള്ള ആളുകളും ശ്രദ്ധിക്കണം. അവരും പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കണം. നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പെൻഷൻ ID എന്നിവ കൊണ്ടാണ് നമ്മൾ മസ്റ്ററിങ് കേന്ദ്രത്തിലേക്ക് ചെല്ലേണ്ടത്. പെൻഷൻ ID ഇല്ലെങ്കിൽ പ്രത്യേക പ്രശ്നമില്ല, അവർ നമ്മുടെ സൈറ്റിൽ നിന്ന് അവർ എടുത്തോളും. അതല്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ആധാർ കാർഡിൽ എന്തെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്തിലോ പേരിൽ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ പേര് എന്നിങ്ങനെ പല പ്രശ്നമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മസ്റ്ററിങ്ങിന് പോകുന്നതിന് മുമ്പായി തന്നെ ഇപ്പോൾ തന്നെ റെഡിയാക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത വിഷയം പെൻഷൻ പണം കൂടുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പെൻഷൻ പണം കൂടുമെന്ന് നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അന്ന് സർക്കാർ പറഞ്ഞത് പെൻഷൻ പണം കൂടുതൽ ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല, ഏത് സമയത്തും കൂട്ടാമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ മാസം അവസാനത്തിലാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ പെൻഷൻ പണം കൂടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം 2-3 മാസങ്ങൾക്കപ്പുറം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. അതിനുമപ്പുറം പിന്നീട് നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് തന്നെ പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. 1600 രൂപയ്ക്ക് പകരം 1750 രൂപയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും അടുത്ത വീഡിയോകളിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.